വിക്ടോറിയൻ്റെ ജേണി ഒന്ന് പറയുമോ? ഈ കഥ എങ്ങനെ ഉണ്ടായി, ഈ ആലോചന ഡെവലപ്പായി? ഞാൻ ഒരു 5 വർഷം മുമ്പ് ഒരു ബ്യൂട്ടി പാർലറിൽ, അങ്കമാലിയിലുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ സന്ദർശിച്ചപ്പോൾ അവിടെ ബാത്റൂമിൻ്റെ അടുത്തായിട്ട് ഒരു കോഴിയെ ഇങ്ങനെ വച്ചേക്കുന്നത് കണ്ടു. ഒരു പൂവൻ കോഴിയായിരുന്നു അത്. അപ്പം അന്ന് അവിടെ ആളുകളോട് തിരക്കിയപ്പോൾ മനസ്സിലായത് എടപ്പള്ളി പള്ളിയിൽ നേർച്ചയ്ക്ക് കൊടുക്കാനുള്ള ഒരു കോഴിയാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അത് അവിടെ ഏൽപ്പിച്ചതാണെന്നാണ്. അപ്പോൾ അങ്ങനെ അതൊരു ഇമേജായിട്ട് തലയിൽ കയറി. അന്ന് നോട്ട്സിൽ അത് എഴുതിയിട്ടു. അപ്പോൾ പിന്നീട് KSFDCയുടെ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ അനൗൺസ് ചെയ്തപ്പോഴാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു സിനോപ്സിസ് പോലെ എഴുതി അയക്കേണ്ടായത്. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കണക്ട് ആയത്? അപ്പോൾ ഇങ്ങനെ KSFDCയിൽ ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഓഡിഷൻ കോൾ ചെയ്തിരുന്നു. അങ്ങനെ ആ ഓഡിഷൻ കോളിൽ ഒരുപാട് പേര് വന്നു. അതിൽ മീനാക്ഷി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് CV ഇഷ്ടപ്പെട്ടു. അവളുടെ പ്രീവിയസ് വർക്കുകൾ, ഷോർട്ട് ഫിലിംസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഒരു ഓഡിഷൻ കണ്ടക്ട് ചെയ്തു അങ്കമാലിയിൽ. അങ്ങനെയാണ് മീനാക്ഷീനയിലേക്ക് നമ്മൾ എത്തുന്നത്. അല്ല, അതിനു മുമ്പ് നമ്മൾ, അതായത് ഓഡിഷനും ഈ കാസ്റ്റിംഗ് കോള് ഞാൻ അയച്ചു കൊടുത്തതിന് ശേഷം അസോസിയേറ്റ് തീർത്ത് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പക്ഷെ നമ്മൾ നോക്കുന്നത് അങ്കമാലി ആക്സെൻ്റ് ഉള്ള ഒരാളെയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴേ തീരുമാനിച്ചു നമുക്ക് കിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു ഓഡിഷൻ എന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ ഇതിനൊരു മറ്റൊരു ഗെയിം പോലെ കണ്ടിട്ട്, എങ്ങനെ ഇനിയിപ്പോൾ പുതിയൊരു ആക്സെൻറ്റ് വരുന്നൊരു പ്രോജക്റ്റ് വന്നാൽ എങ്ങനെ അതിനെ ഫേസ് ചെയ്യാം എന്നുള്ളൊരു പ്രോജക്റ്റാക്കി മാറ്റി ഈ ഓഡിഷൻ. അങ്ങനെ ഞാൻ അസോസിയേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. ഞാൻ അങ്കമാലിയിലേക്ക് അങ്ങ് പോയി എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട്. എന്നിട്ട് ചുമ്മാ അവിടുത്തെ മാർക്കറ്റിലും മറ്റേ മൊബൈൽ ഷോപ്പിലൊക്കെ ചെന്ന് അവരുടെ അടുത്ത്, അവരറിയാതെ, അത് എത്തിക്കലാണോ എന്നറിയില്ല, എന്നാലും അവരറിയാതെ ഫോണിൽ വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അസോസിയേറ്റിനെ ചുമ്മാ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു, അങ്കമാലി ആക്സെൻറ്റ് പ്രോപ്പർലി സംസാരിക്കുന്ന ഒരാളെ പരിചയപ്പെടുത്തി തരാമോ അന്ന് തന്നെ. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു, ആ ഒരാളുണ്ട്, ഡയറക്ടറുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേർത്ത് കുളിച്ച് ഒക്കെ ഇരിക്കുകയാണ്. അപ്പം പുള്ളിക്കാർ പറഞ്ഞാൽ ഇപ്പോൾ വരും, അങ്കമാലിയിൽ വരും, നിങ്ങളൊന്ന് മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ മീറ്റ് ചെയ്തപ്പം ഞാൻ ഇതുപോലെ വിക്ടോറിയ ഇരിക്കുന്ന പോലെ തന്നെ വേർത്ത് കുളിച്ച്, വിക്ടോറിയയുടെ ഫോൺ അതിൽ പൊട്ടിയിരിക്കുകയാണ്, മീനാക്ഷിയുടെ ഫോൺ പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പം തന്നെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ സിങ്കായി. പക്ഷെ അപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ പറയുക, ഓഡിഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓഡിഷൻ കഴിഞ്ഞു. ആ സ്ക്രിപ്റ്റ് ആക്ച്വലി ആദ്യം ഓഡിഷനൊരു ഇത് തരുമല്ലോ, നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു സാധനം തരുമല്ലോ, അത് ചെയ്തു. അത് മാത്രമേ എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സ്ക്രിപ്റ്റ് വേണം എന്നുള്ളതൊന്നും ഇല്ല. എനിക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു അപ്കമ്മിങ് ആർട്ടിസ്റ്റായിട്ട് നമ്മൾ വിചാരിക്കുക. അത് കഴിഞ്ഞ് ഓഡിഷനും കഴിഞ്ഞ് നമ്മൾ ആക്ടിങ് വർക്ക്ഷോപ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് റീഡ് ചെയ്യുമ്പോഴാണ് ഞാനും സ്ക്രിപ്റ്റ് എന്താണെന്ന് അറിയുന്നത്. അപ്പം എനിക്ക് മറ്റേ ഡബിൾ ലോട്ടറി അടിച്ച പോലെയായിരുന്നു. ഒരു സിനിമ കിട്ടിയതിൻ്റെ സന്തോഷം, അതിലുപരി ഭയങ്കര നല്ലൊരു സ്റ്റോറിയും കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഒരു ലോങ് ടേക്ക് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു എന്തായാലും. പക്ഷേ അത് മൂവിങ് ആയിട്ടുള്ള ഒരു ലോങ് ടേക്ക്, അത് സ്റ്റാറ്റിക് ലോങ് ടേക്സുകളല്ല. മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമയിൽ. കാരണം ഒരു ലീനിയർ സ്റ്റോറി ടെല്ലിങ്, ഒരൊറ്റ ദിവസം നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ മൂവ്മെൻറ്റ് വളരെ ക്രൂഷ്യലാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇതുവരെ ഹാൻഡിൽഡ് ചെയ്തിട്ടില്ല, എൻ്റെ ഷോർട്ട് ഫിലിംസിലൊന്നും തന്നെ ഹാൻഡിൽ വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്കത് എന്തായാലും വേണം, അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് വേണം. വളരെ കെയോട്ടിക് ആയിട്ടുള്ള, ഒട്ടും പെർഫെക്റ്റ് അല്ലാത്ത, ഗിംബെല്ലൊന്നും അല്ലാതെ വളരെ കെയോട്ടിക് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ആണ് നമ്മൾ. കാരണം അത് വിക്ടോറിയയുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റും കൂടെ കൺവേ ചെയ്യുന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ എഴുതുന്ന സമയത്ത് തന്നെ ആദ്യത്തെ ഷോട്ട് എന്തായാലും ലോങ് ടേക്ക് ആണെന്ന് തീരുമാനിച്ചിരുന്നു. ആ ഒറ്റ ബസ്സിൽ നിന്ന് ഇറങ്ങി അവളെ അകത്ത് വിടുന്ന വരെ നമ്മൾ ഒറ്റയടിക്ക് ചെയ്യും എന്നുള്ള. ബാക്കിയുള്ളതിനെക്കുറിച്ച് എനിക്ക് അത്ര ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് പിന്നീട് നമ്മൾ റിഹേഴ്സൽ ചെയ്ത് വന്നപ്പോഴാണ് അത് എത്തിയത് അതിനകത്തേക്ക്. ഇവരെല്ലാവരും തന്നെ പുതിയ ആക്ടേഴ്സ് ആയതുകൊണ്ട് നമ്മളൊരു ആക്ടിങ് വർക്ക്ഷോപ്പ് വെച്ചു. അതിൻ്റെ അവസാനത്തെ 2 ദിവസം നമ്മൾ സിനിമയുടെ റിഹേഴ്സലിന് വേണ്ടിയിട്ട് വച്ചിരുന്നു. അപ്പം അന്ന് ആനന്ദൊരു ചെറിയ ക്യാമറ ആയിട്ട് വന്ന്, സിനിമാറ്റോഗ്രാഫർ, നമ്മൾ കുറച്ച് കൊറിയോഗ്രഫി അവിടെ തന്നെ ചെയ്ത് നോക്കി. പിന്നെ സെറ്റും നമ്മൾ ഒരു ചെറിയ സെറ്റ് ഡിസൈൻ ചെയ്തിരുന്നു. അബ്ദു ആയിരുന്നു ആർട്ട് ഡയറക്ടർ. അപ്പോൾ അബ്ദുവിൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഒരു ചെറിയ സെറ്റ് ഇങ്ങനെ ചെയ്തിട്ട് അതിൽ നമ്മളിങ്ങനെ ഈ ചെറിയ ഒബ്ജക്ട്സ് ഒക്കെ വെച്ചിട്ട് ആൾക്കാരെ മൂവ് ചെയ്തിങ്ങനെ
ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതെല്ലാം കഴിഞ്ഞിട്ടും പക്ഷേ സെറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി വേറെ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എങ്ങനെ ഇത് ചെയ്യണമെന്ന് അറിയില്ല. ഭയങ്കര ചലഞ്ചിങ് ആണ്, പക്ഷെ അതേസമയം ഭയങ്കര കിക്കാണിത്. ഓരോ ലോങ് ടേക്ക് കഴിയുമ്പോഴും നമുക്ക് ഭയങ്കര വിന്നിങ് മൊമെൻ്റ് ആണ്. പിന്നെ ശരിക്കും ലോങ് ടേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ഇല്ല കുറേ കാര്യങ്ങളിൽ. പ്രത്യേകിച്ച് ഇത്രയും ആക്ടേഴ്സും ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് വരണം എന്നുള്ളതുകൊണ്ട് കുറച്ചൊരു ദൈവവിശ്വാസമൊക്കെ തോന്നും. അതിലേക്കൊക്കെ പോകും. നമ്മളൊരു കുറച്ചൊരു വിശ്വാസിയായിപ്പോകും. നമ്മളിങ്ങനെ എല്ലാം ശരിയായി വന്നേക്കാം, ലാസ്റ്റത്തെ അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ ഫുൾ തുടക്കത്തിൽ നിന്ന് പോകണ്ടേ. അപ്പോൾ അങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കുക. പിന്നെ സെറ്റിൽ വന്നിട്ട് നമ്മൾ കുറേ റിഹേഴ്സൽസ് ചെയ്തു. ഇപ്പം ഞാൻ നേരത്തെ Q&Aയിൽ പറഞ്ഞു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റിഹേഴ്സലായിരുന്നു. ഒരു 6 മണിക്കൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ടേക്ക് റോൾ ചെയ്യുക. അപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. പ്രൊഡക്ഷനിൽ ആദ്യത്തെ കുറച്ച് ദിവസം ഭയങ്കര ചർച്ചയായി, ഇതെന്താണ് വൈകുന്നേരമായിട്ടും ചെയ്യുന്നില്ല. ആൾക്കാർ രാവിലെ വന്ന് പ്രൊഡക്ഷൻ്റെ ബാക്കിയുള്ളവർക്ക് ഇതൊരു ബുദ്ധിമുട്ടാണല്ലോ, അവർ രാവിലെ തന്നെ വന്ന് നിൽക്കുമ്പോൾ ആർക്കും പണി ചെയ്യുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ ഫോക്കസ് പുള്ളറും ക്യാമറയും ഇതൊക്കെ മൂവ് ചെയ്യണം ഇവരുടെ ഒപ്പം. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്, ആ പ്ലാനിങ് എല്ലാം കൂടി ആയിട്ട് ഒരു പകൽ മൊത്തം അതിൽ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റൈല്, പിന്നെ സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റൈലിസ്റ്റിക് ആവണം എന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നതാണ്. ഞാൻ സിനിമ ജനറലി എനിക്ക് കുറച്ച് പ്ലേഫുൾ ആവണം. ആ മീഡിയത്തിൽ കുറച്ച് പ്ലേ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതിനകത്ത് ആൾക്കാർ കാണുമ്പോൾ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും എപ്പോഴും കൊടുക്കണം എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മളൊരു വിക്ടോറിയയുടെ എൻറ്റയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ഒരു സാധനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും, പെട്ടെന്ന് ഒരു സാധനം വരും, പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ട് സിനിമയിലൂടെ നീളം. ഇപ്പോൾ പാട്ടിൻ്റെ ഇടയിൽ വിക്ടോറിയ വാതിൽ തുറന്ന് കയറി വരുന്നു, അല്ലെങ്കിൽ ആ മുകളിലെ ലോങ് ടേക്കിൻ്റെ ഇടയിൽ കോളിംഗ് ബെൽ അടിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു സ്ഥലത്ത് സ്ഥിരമായി ഒരുപാട് നേരം ഇരിക്കാൻ പറ്റരുതെന്നുണ്ട് എനിക്ക്. ആൾക്കാർക്ക് അങ്ങനെ ഒരു സമാധാനം കൊടുക്കാൻ പറ്റില്ല, കാരണം അവർക്കില്ലത്. വിക്ടോറിയയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ കാണുന്ന ഓഡിയൻസിനും ആ ഒരു പീസ് ഡിസേർവ് ചെയ്യുന്നില്ല എന്നൊരു ലോജിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാനായിട്ട് പോയി, കുറച്ച് അവിടെ തന്നെയാണ് ഇംപ്രവൈസ് ചെയ്തതും നമ്മൾ ആ സ്റ്റൈൽ ഡെവലപ്പ് ചെയ്തതൊക്കെ. ഞാൻ IFA പടം ഉണ്ടായ സമയത്ത് എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചതിൻ്റെ ലോങ് ടേക്കിനെ കുറിച്ചാണ് തുടക്കത്തിൽ. അതിൻ്റെ ഒരു ചോയ്സ് എന്തുകൊണ്ടാണ് തുടങ്ങാൻ? ഫസ്റ്റ് ഓപ്പണിംഗ് ഷോട്ടിനെ കുറിച്ചാണോ? ഓപ്പണിംഗ് ഷോട്ട് എനിക്ക് ആക്ച്വലി അങ്കമാലിയുടെ ഒരു ഡോക്യുമെൻറ്റേഷൻ കൂടിയാണ്. എനിക്ക് എൻ്റെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ടൗൺ എന്നുള്ള രീതിയിൽ ഞാൻ ചെറുപ്പം മുതലേ കണ്ട് നമ്മൾ കാണിക്കുന്ന ആ പാർലറും ഈ പറയുന്ന ഞാനിത് റെഫറൻസ് എടുത്ത പാർലറാണ്. അപ്പോൾ എനിക്ക് ഒരു ഡോക്യുമെൻ്ററി ക്യൂരിയോസിറ്റിയും കൂടി ഉണ്ട് എനിക്ക് അതിനകത്ത്. ആ സ്ഥലം, ആ കാലം നമ്മൾ അടയാളപ്പെടുത്തുകയും കൂടി ചെയ്യാണ്. പിന്നെ അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നമ്മൾ ഡെസ്റ്റിനിക്ക് വിട്ടുകൊടുക്കുന്നൊരു പരിപാടി ഉണ്ട് ലോങ് ടേക്സിൽ. ആസ് എ ഡയറക്ടർ നമ്മൾ എത്ര കൺട്രോൾ ഉണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലില്ല. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് എസ്പെഷ്യലി ഇത്രയും മൂവ്മെൻറ്റും കൊറിയോഗ്രാഫിയും ഉള്ള ലോങ് ടേക്കുകളിൽ ഭയങ്കര അത് തരുന്നൊരു കിക്കുണ്ട്. അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തരുന്ന ആ ഒരു സന്തോഷം. പിന്നെ ഈ പർട്ടിക്കുലർ സിനിമയിലും ഇത് ഒരൊറ്റ ദിവസം നടക്കുന്ന കഥയാണ്, ഒരു ക്യാരക്ടറിനെ ഫോളോ ചെയ്യുന്ന കഥയാണ്. അപ്പോൾ ആ സ്റ്റൈല് വർക്കാവും തോന്നി. അങ്കമാലിയിലെ ഈ പർട്ടിക്കുലർ പാർലറിലാണ് നിങ്ങൾ സിനിമയിൽ കാണുന്ന അവൾ കയറി പോകുന്ന പാർലർ, ആക്ച്വൽ പാർലർ, അവിടെയാണ് ഞാൻ കണ്ടത്. ഭയങ്കര വ്യത്യാസമുണ്ട് ആക്ച്വലി. ആ സ്പേസ് വളരെ ക്ലോസ്ട്രോഫോബിക്കും കൺജസ്റ്റഡും ആയിട്ടുള്ളൊരു സ്പേസാണ്. പക്ഷെ നമുക്ക് ചിത്രാഞ്ജലിയിൽ സെറ്റ് ഇടുന്ന സമയത്ത് അതുപോലത്തെ ഒരു സ്പേസ് ഉണ്ടാക്കിയ ഒരു മൂവ്മെൻറ്റും പോസിബിളല്ല. ക്യാമറ വെച്ചിട്ട് ഒരു സാധനവും നമുക്ക് കൊറിയോഗ്രാഫി ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 1.5 മണിക്കൂർ സിനിമ മുഴുവൻ ഒരു സ്പേസിൽ ഇമാജിൻ ചെയ്യുമ്പോൾ ആളുകൾക്കത് ബോറടിക്കാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ അതിനകത്ത് ഈ പറഞ്ഞ ഒരു കൊറിയോഗ്രാഫി ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക്. അതിനൊരു വളരെ ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ള ഒരു സാധനം അല്ലാതെ കുറച്ചുകൂടെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതുപോലെ അബ്ദുവിനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര പിക്കിയാണ് ചില കാര്യങ്ങളിൽ, സെറ്റിലെ ഓരോ സാധനങ്ങളും എനിക്കങ്ങനെ ചിലത് ഇഷ്ടമല്ലാത്തുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല. ചില കളറൊന്നും എനിക്ക് ഇത്ര നേരം ആൾക്കാർ കണ്ടിരിക്കേണ്ട ഒരു വർക്കാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് സെറ്റ്, ഞാനും ആനന്ദും അബ്ദും ഇരുന്നിട്ടാണ് സെറ്റിൻ്റെ ഓരോ എലമെൻസും പിക്ക് ചെയ്തത്. ഇവൻ ഒരു ഹാർപ്പിക്കിൻ്റെ കുപ്പി പോലും നമ്മൾ അങ്ങനെ ആലോചിച്ച് പിക്ക് ചെയ്തതാണ്.
പിന്നെ സെറ്റ് ഡിസൈൻ ചെയ്യാൻ ഞാനും ആദ്യമായിട്ടാണ് സെറ്റ് എൻറ്റയർലി ഫ്രം സ്ക്രാച്ച് ഒരു സെറ്റ് സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മീനാക്ഷി ഇതിപ്പം ലോങ് ടേക്ക് ഒക്കെ പോകുന്നു പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ? അതെങ്ങനെയുണ്ടായിരുന്നു മൂവ്മെൻറ്റ്, അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പക്ഷെ ലോങ് ടേക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൾട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എനിക്കത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ശിവ എല്ലാം കൃത്യമായിട്ട് എന്തെവിടെ ചെയ്യണം, എവിടെ നടക്കണം, നടക്കുന്ന സമയത്ത് ഇപ്പം ശിവ തന്നെ അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്ത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഡിന്നർ കഴിക്കുമ്പോൾ മുതൽ അവിടെ ഷൂട്ട് സെറ്റിൽ ഈ ഡയറക്ടർ ഇൻസ്ട്രക്ഷൻ തരുന്ന സമയം വരെ ശിവ പറയുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം ലോങ് ടേക്ക് എന്നുള്ളത് ഒരു ടെക്നിക്കലി ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമായിട്ട് സ്ഥിരമായി പറയുമെങ്കിലും കൃത്യമായ ഇൻസ്ട്രക്ഷൻസും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളും തന്നു കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. പിന്നെ ഓൾസോ ഞാൻ ആക്ടിങ് പഠിച്ച എൻ്റെ ഒരു സ്കൂൾ ഓഫ് ആക്ടിങ് തിയേറ്ററാണ്. ഞാൻ തിയേറ്ററിലൂടെയാണ് ആക്ടിങ് പഠിച്ചത്. അപ്പോൾ അവിടെ കട്ടുകളില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പഠിച്ച കാര്യം അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള പോലത്തെ ഒരു സ്റ്റൈലാണല്ലോ ശിവ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ത്രൂ ഔട്ട് വിക്ടുവിൻ്റെ ആ ട്രാൻസിഷനിലൊക്കെ നമ്മൾ കേൾക്കുന്നൊരു സാധനം കട്ട് ചെയ്യുമ്പം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷെ അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു സ്പേസ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു ടീമും കൂടെയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇവർ ആദ്യം ശിവയും ആനന്ദും ഒരു 10,000 തവണ ഈ കൊറിയോഗ്രാഫി പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഇവർക്ക് അത്രയും ധാരണ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ സീനിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് ആനന്ദും ക്യാമറയും ടീമുമായിട്ട് ഞങ്ങൾ കുറച്ച് നേരം വീണ്ടും പ്രാക്ടീസ് ചെയ്യും. അപ്പം ഇറ്റ് വാസ് വെരി ഈസി ആക്ച്വലി, ഈസി ആൻഡ് വെരി എക്സൈറ്റിംഗ് ഫോർ മീ റാദർ ദാൻ ചാലഞ്ച്. നിങ്ങൾക്ക് ഇപ്പം തുടക്കം തൊട്ട് അവസാനം വരെ പോയില്ലേ, നിങ്ങൾക്ക് ഈ കഥാപാത്രത്തോട് കണക്ട് ആയ കാര്യങ്ങൾ, അതിൻ്റെ ഡെവലപ്മെൻറ്റ് പറയുന്നത്? ആക്ച്വലി വിക്ടോറിയ എന്നെക്കാട്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളാണ്. ഞാനൊരിക്കലും വിക്ടു ചെയ്യുന്ന പോലെ എല്ലാവരെയും ആദ്യം വെച്ച് എന്നെ അവസാനം വെക്കുന്ന ആളല്ല. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു പോയിന്റിലെങ്കിലും വിക്ടുവിനെ പോലെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കാണും. ആർക്കെങ്കിലും വേണ്ടി നമ്മളെ വീൽ പുട്ട് ourselves in the last list, in the last row, and we'll prioritize everyone else more than us. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിക്ടോറിയ എല്ലാവരിലും ഉണ്ട്. ഇപ്പം ആണും പെണ്ണും എന്നുള്ള വ്യത്യാസം തന്നെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ വേറെ ആളെ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടാവും. അതാണ് എനിക്ക് വിക്ടുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അതല്ലാതെ വിക്ടു എന്നെക്കാട്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളാണ്. ഞാൻ എപ്പോഴും ചിയർഫുള്ളായിട്ടും എല്ലാ സ്ഥലവും ഞാൻ അങ്ങനെ കടിച്ചു പിടിച്ചൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല വിക്ടോറിയ ചെയ്യുന്ന പോലെ. എനിക്ക് വിഷമമുണ്ടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മുഖത്ത് കാണാൻ പറ്റും. രണ്ടാമത് ചോദിച്ച കാര്യം, ഈ ക്യാരക്ടർ ആദ്യം എടുക്കുന്നു, ഡയറക്ടർ കുറേ ഇൻസ്ട്രക്ഷൻ തരുന്നു, നിങ്ങളൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല ക്യാരക്ടർ, അതെങ്ങനെയാണ്? അത് ആക്ച്വലി ഇപ്പം ഒരു ബ്യൂട്ടീഷ്യൻ ആവുമ്പം അവർക്ക് ഈ ജോലി ചെയ്ത് നല്ല പരിചയം ഉണ്ടാകും. വിക്ടോറിയ എന്ന കഥാപാത്രം വർഷങ്ങളായിട്ട് ആ ബ്യൂട്ടി പാർലറിൽ ഒരു വർഷത്തിലധികമായിട്ട് ആ ബ്യൂട്ടി പാർലർ വർക്ക് ചെയ്യുകയാണ്. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച ആളാണ്. അപ്പം ആ ത്രെഡ് എടുക്കുന്നതും മസാജ് ചെയ്യുന്നതും ഈവൻ ക്ലീൻ ചെയ്യുന്നതിനൊക്കെ ഒരു പഴക്കം ഉണ്ടാവും. അപ്പം അത് ക്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു എലമെൻറ്റ്. അപ്പം അതിന് ഇപ്പം ശിവയ്ക്ക് ഇൻസ്പിറേഷൻ കിട്ടിയ ആ ബ്യൂട്ടി പാർലറിൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് 3 ആഴ്ചയോളം പോയിട്ടുണ്ട്. അവിടെ അവർ ഷട്ടർ തുറക്കുമ്പോൾ തന്നെ ഞാൻ പോകും. എന്ന് പറഞ്ഞാൽ വിക്ടു ഈ സിനിമയിൽ ചെയ്യുന്ന പോലെ അവിടെ ചെടി നനയ്ക്കുക, അടിച്ചു വാരുക, ഇതൊക്കെ ഞാൻ അവരുടെ കൂടെ ചെയ്തു. അവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ അവർ പുതിയ കസ്റ്റമർ വരുമ്പോഴൊക്കെ അവർക്ക് ഇച്ചിരി മടിയുണ്ടായിരുന്നു. മറ്റേ സിനിമയിലേക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വന്ന കുട്ടിയാന്നൊക്കെ പറയാൻ അവർക്ക് ഇച്ചിരി മടി. അപ്പോൾ അവർ വെച്ചാൽ ഞങ്ങളുടെ കൂടെ വന്ന കുട്ടിയാണ് പുതിയതായിട്ട്, ഞാനും എന്ന് പറഞ്ഞിട്ട് നിൽക്കും. എന്നിട്ട് അപ്പോൾ അവർ ചെയ്യുന്നത് ഞാൻ കുറച്ച് നാൾ കണ്ടുപഠിച്ചു. അവർ ചെയ്യുന്നത് കാര്യങ്ങൾ, അവർ ഒരാൾ വരുമ്പോൾ ഗ്രീറ്റ് ചെയ്യുന്ന രീതി മുതൽ ഇരുത്തുന്ന രീതി മുതൽ, പിന്നെ സംസാരിക്കുമ്പം അവർക്ക് അങ്കമാലി ആക്സെൻ്റ് ആണല്ലോ, അതാണ് വിക്ടോറിയയുടെ വേറൊരു ക്യാരക്ടറിസ്റ്റിക് അങ്കമാലിയിലായതുകൊണ്ട്. അപ്പം അവരുടെ കൂടെ പഴകി അതും കുറേ ഒക്കെ പഠിക്കാൻ പറ്റി. പിന്നെ മെയിൻലി
എനിക്ക് ക്രാക്ക് ചെയ്ത് എടുക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്ന ഇവരുടെ ഒരു കടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെയുള്ള ഒരു ആക്ഷൻ ഉണ്ട്. അപ്പം അത് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പം എനിക്കറിയാവുന്ന അവിടെയൊക്കെ എനിക്കൊരു ചാൻസ് ഉള്ളു ഇത് ബിലീവബിൾ ആക്കുക, ഒരു ബ്യൂട്ടീഷ്യനാണ് ഞാൻ വിക്ടോറിയ എന്ന് കാണിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അതാണ്. അപ്പോൾ അതെനിക്ക് മിസ്സാക്കാനേ പറ്റില്ല എന്നറിയായിരുന്നു. ഏറ്റവും ഡിഫിക്കൽട്ടും അതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചെടുക്കാനല്ല, അവരുടെ സ്പീഡിൽ, അവർ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആ സ്പീഡിൽ ചെയ്തെടുക്കാനായിരുന്നു ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ത്രെഡ് ക്യാരി ചെയ്യുമായിരുന്നു. നമ്മുടെ ഷൂട്ടിൻ്റെ സമയത്തും വീട്ടിൽ എന്ന് പറഞ്ഞാൽ പ്രീ പ്രൊഡക്ഷൻ്റെ സമയത്ത് വീട്ടിൽ പോകുമ്പോഴും ഫ്ലാറ്റിലൊക്കെ എപ്പോഴും എൻ്റെ കയ്യിലൊരു ത്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഈ ആക്ഷൻ എടുത്ത് പഠിക്കുമായിരുന്നു. പിന്നെ ശിവയുടെ കാലിലൊക്കെയാണ് ഞാൻ മസാജ് ചെയ്ത് പഠിച്ചത്. വാക്സിങ്, മസാജ്, ഹെന്ന ഒക്കെ എല്ലാവരുടെയും അവിടെ സെറ്റിലുള്ള എല്ലാവരെയും ഞാൻ ഓരോന്നും ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെയായിരുന്നു എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇത് പൊതുവെ ആക്ടേഴ്സിന് ഇതൊക്കെ ഒരു 5ാമത്തെ 6ാമത്തെ പടത്തിൽ കിട്ടുന്ന കാര്യമാണ്. ഒരു സ്കില്ല് പഠിച്ചെടുത്ത് ചെയ്ത്. അപ്പം എനിക്കിത് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പം പിന്നെ എനിക്ക് ധാരാളം സമയം ഉണ്ടായിരുന്നല്ലോ, ബാക്കിയുള്ള ആക്ടേഴ്സിനെ പോലെ തിരക്കില്ലാത്തതുകൊണ്ട് ഫുൾ ടൈം ഇതിന് വേണ്ടി തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ ഈ അങ്കമാലി ആക്സെൻ്റ് ആക്ച്വലി പഠിപ്പിക്കാനായിട്ടൊരു ഡയലോഗ് കോച്ച് ഉണ്ടായിരുന്നു. ശിവയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് പുള്ളിക്കാരി. എവിടെയായിരുന്നു ഇപ്പം? ഹാർവേഡിലാണ്. അപ്പോൾ അനു അങ്കമാലിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അനുവിന് അങ്കമാലി ആക്സെൻ്റ് ഓരോ കൃത്യമായിട്ട് അവർ അങ്കമാലി ആക്സെൻ്റിന് ഒരു മ്യൂസിക് ഉണ്ട്. അപ്പം ആ മ്യൂസിക് ശരിക്കും എനിക്ക് അനു പഠിപ്പിച്ചു തന്നു. എന്ന് പറഞ്ഞാൽ ഓരോന്നും ഞാൻ പറയുമ്പോൾ അതങ്ങനെയല്ല, അതിങ്ങനെ പറയണം എന്ന് പറഞ്ഞിട്ട് മറ്റേ എന്തുട്ടാ പൂഞ്ചലയുടെ കവറിൽ എന്നൊക്കെ പറയുന്ന സാധനം ഇരുന്ന് ഒരു പാട്ട് പഠിച്ചെടുക്കുന്ന പോലെ പഠിച്ചെടുത്തതാണ്. അപ്പം അതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശിവയുണ്ടായിരുന്നു, അനു ഉണ്ടായിരുന്നു. പിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാനായിട്ട് ഈ വിക്ടോറിയ ഉണ്ടായിരുന്നു, നീതു ചേച്ചി ഉണ്ടായിരുന്നു. കുറേ പേരുടെ സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്തെടുത്തത്. ഗെയ്സ് അതെ അതെ അതെ. അതൊരു എവറിഡേ പ്രാക്ടീസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളും കണ്ട് ശീലിക്കുന്ന സിനിമകൾ മെയിൻലി മെയിൽ ഗേസിൽ എടുക്കപ്പെടുകയും അപ്പോൾ നമ്മൾ എസ്പെഷ്യലി സിനിമാറ്റോഗ്രാഫർ ഒരു ആണായിരിക്കെ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ഓരോ ഷോട്ടിനും നമ്മൾ കോൺസ്റ്റൻ്റ്ലി അവെയറാണ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓക്കെ അത് വേണ്ട, അത് അവളെ വയ്ക്കുന്ന രീതി ഒട്ടും ശരിയല്ല, അവളെ അങ്ങനെയല്ല കാണണ്ടേ. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ്ലി അത് മീഡിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഓരോ ഷോട്ടും നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. മോണിറ്ററിൽ കാണുമ്പോൾ ഓക്കെ ഇത് കുറച്ച് മാറ്റണം എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ നമ്മൾ കുറേ പേർക്ക് അതൊരു വോയർ എന്നുള്ളൊരു സാധനത്തിൽ വരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് എത്രത്തോളം സക്സസ്ഫുൾ ആയെന്ന് അറിയില്ല. എനിക്കൊരു വോയർ ആവണം എന്നുണ്ടായിരുന്നില്ല അവളുടെ അല്ലെങ്കിൽ ആ പാർലറിലൊരു വോയർ അല്ല നമ്മുടെ ക്യാമറ. പക്ഷെ അവളുടെ കൂടെ എന്താ പറയുക, ഒരു പുണ്യാളൻ്റെ ഒരു എസെൻസ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ വിറ്റ്നസ് എന്നുള്ള പോലെയാണ് ക്യാമറയും കോഴിയും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിനൊരു വോയറിസത്തിൻ്റെ വൃത്തികേടില്ല. അല്ലെങ്കിൽ അങ്ങനെ ആദ്യം ആൾക്കാർ നമ്മൾ ഈ സ്ക്രിപ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു രീതിയിലോട്ടായിരുന്നു അത് പോയിരുന്നത്. കോഴിയുടെ കേസിലോട്ട് പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഇതിൽ പോകുന്നു. അത് ആണുങ്ങൾ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ളൊരു രീതി കോഴി കാണുന്നു എന്നൊക്കെ. പക്ഷെ കോഴി അതിനേക്കാൾ കൂടുതൽ ഒരു സ്പിരിച്വൽ വിറ്റ്നസ്, പുണ്യാളൻ്റെ ഒരാൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ എടപ്പള്ളി പള്ളിയിലേക്ക് കോഴിയെ കൊടുക്കുന്നത്. നേർച്ചയ്ക്ക് കൊടുക്കുന്ന കോഴി എന്ന് പറഞ്ഞാൽ അതിനെ വളർത്തുന്നത് തന്നെ. കോഴിയെ നമ്മൾ വീട്ടിൽ 5-6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ വളർത്തിയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ആദ്യമേ ഇവനെ കൊടുക്കും പുണ്യാളനെന്ന് നേരും. അപ്പോൾ ആ കോഴിക്ക് ഒരു സ്പിരിച്വൽ എലമെൻ്റ് വരുന്ന പോലെ ആണ് എനിക്ക്. അപ്പോൾ അവൾ അതിനെ തൊടുമ്പോഴും അല്ലെങ്കിൽ അതുമായിട്ട് ഇടപഴകുമ്പോഴൊക്കെ അവൾക്ക് ഇൻഡയറക്റ്റ്ലി അവൾക്ക് ആ ഒരു സ്പിരിച്വൽ സാധനം വരുന്ന പോലെയാണ്. അപ്പോൾ ക്യാമറയും അങ്ങനെ ഒരു പ്രസൻസാണ്, ദൈവത്തിൻ്റെ പോലത്തെ ഒരു പ്രസൻസായിട്ട് അവളുടെ ഒപ്പം ഉള്ള പോലെയാണ്. അവളുടെ കൂടെ നടക്കുന്ന ഒരാളെ പോലെയാണ്, റാദർ ദാൻ ബീങ് എ വോയർ. അപ്പോൾ ആ ഗേസ് വരരുതെന്ന് ഞാൻ ഭയങ്കരമായിട്ട്. അപ്പോൾ ഒരു സർട്ടൺ ഡിസ്റ്റൻസ് ഉണ്ട്, ഒരുപാട് ക്ലോസപ്പുകളിലേക്ക് പോകാണ്ടിരിക്കുക പലപ്പോഴും. അതിൽ പ്ലഷർ എടുക്കരുതെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അവളെ കാണുമ്പോഴും അല്ലെങ്കിൽ അവളെ നോക്കുന്ന രീതിയിൽ ആർക്കും പ്ലഷർ കിട്ടരുതെന്നുണ്ടായിരുന്നു. പ്ലഷർ ഇൻ ദ സെൻസ്, ഇൻ എ കൺവെൻഷണൽ സെൻസ്, നോട്ട് ദ സിനിമാറ്റിക് പ്ലഷർ. പക്ഷെ ഒരു സുഖം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതില്ലാതെ വേറൊരു ഡിസ്റ്റൻസിലാണ് നമ്മൾ അവളെ കാണുന്നത്. ഒരുപാട് അവളെ അടുത്തേക്ക് പോവുക അല്ലെങ്കിൽ ഒരുപാട് അവളുടെ ഉള്ളിലേക്ക് പോവുക എന്നുള്ളതിനപ്പുറത്ത് ഒരു അറ്റാച്ച്ഡ് ഡിറ്റാച്ച്മെൻറ്റ് എന്നുള്ള ഒരു ബാലൻസ് ആണ് ശ്രമിച്ചത്.
അറിയില്ല. അത് പക്ഷേ കുറേ പേർക്ക് വോയർ എന്നുള്ള രീതിയിലാണ് അത് റീഡ് ചെയ്തത്. അപ്പം മേ ബി ഐ ഫെയിൽഡ്, ഐ ഡോണ്ട് നോ. ശരിയല്ലേ, ഇപ്പോൾ ആദ്യം 70കളുടെ സിനിമയിൽ ഇപ്പോൾ ചാനൽ അക്രമൻ്റെ പടത്തിൽ ബോർഡല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അതെ അതെ അതെ. അതല്ല, ബോർഡ് ഉണ്ടോയെന്ന് അറിയില്ല, അങ്ങനെയല്ലല്ലോ വന്നിരിക്കുന്നത്. അല്ലല്ലല്ല, അങ്ങനെ ഒരു മൊണോട്ടണിയിലേക്ക് സിനിമ പോവാനുള്ള സാധ്യത തുടക്കത്തിലായിരുന്നു. അവൾ ആ ജോലികളൊക്കെ ചെയ്യുന്ന വീട് പാർലർ വൃത്തിയാക്കുക എന്നുള്ളതിലൊക്കെ. പക്ഷെ ഞാനത് അത്രയും അങ്ങനെ ഒരു അത്ര ഇതിലേക്ക് പോയിട്ടില്ല. അത് ഡെലിബറേറ്റ്ലി പോവാതിരുന്നതാണ്. ഇപ്പോൾ ഈ ഐഡിയ ആണോ ആദ്യം ഉണ്ടായതല്ല പിന്നെ അതിന് ശേഷമാണ് കണ്ടന്റ് ഉണ്ടായത്? എങ്ങനെയാണ് വർക്കായത്? ആ ഇമേജ് ഉണ്ടായിരുന്നു, ഒരു ലേഡീസ് ഓൺലി പാർലറിൽ ഒരു റൂസ്റ്റർ എന്നുള്ളൊരു ഇമേജ്. പിന്നെ ഞാൻ അവിടെ ആരെയാണ്, ഹൂസ് മൈ ക്യാരക്ടർ, ആരെയാണ് ഞാൻ എടുക്കുന്നത്, ഇതെന്താണ് അതിൻ്റെ ഒരു വൺ ലൈൻ എഴുതാൻ നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ ഞാൻ ഈ പോകാറുള്ള നമ്മുടെ ആ പാർലറിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് വിക്ടോറിയ. അപ്പോൾ ഞാൻ വിക്ടോറിയയോട് ഞാൻ പറഞ്ഞു ഇനി പേര് ഞാൻ ചൂണ്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ എന്താണ് അതിൻ്റെ ആ ഒരൊറ്റ ദിവസത്തിൽ നടക്കുന്ന കഥയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം രാവിലെ ആരെങ്കിലും ഈ കോഴിയെ തരുന്നു, വൈകുന്നേരം കോഴിയെ കൊണ്ടുപോകുന്നു, അതിൻ്റെ ഇടയിലാണ് ഇത് നടക്കേണ്ടത്. അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് സെർച്ച് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ കുറേ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഇമോഷണലി അൺഅവൈലബിൾ പാർട്ട്ണർ ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളെന്നുള്ളത്. അപ്പോൾ അത് വളരെ പേഴ്സണലായ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ ആൾക്കാരെ അറിയിക്കാതെ അപ്പുറത്ത് മാറിയിരുന്ന് നമ്മൾ കരയുന്ന ഒരു സാധനം ഞാൻ എൻ്റെയും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കുറേ പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സ്ത്രീകളിങ്ങനെ അവരുടെ ജോലിയിൽ അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് കാണിക്കുകയില്ല, അറിയുന്നില്ല ഇവരൊക്കെ ഇത്രയും പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നതെന്ന്. പക്ഷെ മാറി നിന്നിട്ട് അവരിത് ഡീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറേ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ. അപ്പോൾ അവരിൽ നിന്നാണ് ഇത് സത്യത്തിൽ ആ ഒരു എലമെൻറ്റ് ഇൻസ്പയർഡ് ആയേക്കുന്നത്. ആ ഒരു ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അത് മറ്റുള്ളവരെ കാണിക്കാതെ ജോലി നന്നായി ചെയ്യുക എന്നുള്ള അത് അതിൻ്റെ അപ്പുറത്ത് എനിക്ക് തോന്നുന്ന അവനെ ഞാൻ പാരലലി അപ്പുറത്ത് വെച്ചേക്കുന്നത് അവൻ ജോലി മാത്രം ചെയ്യാണ്, അവനിത് ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഓടിക്കും, എനിക്ക് വണ്ടി നിർത്തി നിന്നെ വിളിക്കാനൊന്നും സമയമില്ല. പക്ഷേ വിക്ടോറിയയ്ക്ക് ഇതിൻ്റെ ഇടയിൽ സമയങ്ങൾ ഉണ്ടാക്കി അവനെ വിളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺട്രഡിക്ഷനാണ് ഞാൻ കാണിക്കാൻ നോക്കിയത്. ഇതിൻ്റെ ഒരു പ്രോസസ്സിലൂടെ പോയില്ലേ, സിനിമയാണ് പ്രോസസ്സിലൂടെ പോകുമ്പോൾ എന്താ തോന്നിയത്? സിനിമ ഷൂട്ട് ചെയ്യുന്നു, സിനിമ ഉണ്ടാക്കുന്നു, അതൊരു പ്രോസസ്സാണ്. അതെ അതെ അതെ. അതിലൂടെ പോകുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? സ്പിരിച്വലോ? ഭയങ്കര സന്തോഷമാണ്. വേറെ ഒന്നിനും ഇത്ര സന്തോഷം തരാൻ പറ്റുന്നില്ല. അതായത് ആ സിനിമ എടുക്കുന്ന ആ ഒരു 20 ദിവസം അല്ലെങ്കിൽ അതിന് പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ അത്ര സന്തോഷമില്ല. പക്ഷേ പ്രീ പ്രൊഡക്ഷനും നമ്മൾ ഷൂട്ടിൻ്റെ ദിവസങ്ങളുമാണ് എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങൾ. നമുക്ക് അത്രയും അതിലപ്പുറത്തേക്ക് അത്ര സന്തോഷം കിട്ടാൻ ഇല്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അത് ആനന്ദമായിട്ടായിരിക്കും ഏറ്റവും അധികം, ഞങ്ങൾക്ക് രണ്ടുപേർക്കായിരിക്കും അത് ഏറ്റവും അധികം ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഓരോ ഷോട്ടും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ വരുന്നു, അതിൻ്റെ ഔട്ട് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം, അതുപോലെ പുതിയത് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഭയങ്കര ഒരു കൺട്രോളാണല്ലോ, നമുക്ക് റിയാലിറ്റിയിൽ ഒരു കൺട്രോളുള്ള പോലെയാണ്. മീനാക്ഷി ഒരു ട്യൂസ്ഡേ ഉച്ചയ്ക്ക് 3 മണിക്ക് എന്ത് ചെയ്യുന്നു ഞാനത് തീരുമാനിക്കും. അപ്പോൾ അതുപോലെ എത്രയോ പേര് ആ ഷൂട്ടിൽ സെറ്റിലുള്ള 19 ആളുകൾ അന്നെന്താ ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിലൊരു ഭയങ്കര സന്തോഷം, പവറും അതായിരിക്കാം, ഒരു പവർ ട്രിപ്പായിരിക്കാം, അറിയില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ സിനിമ ഒട്ടും ഈസി അല്ലാത്തൊരു ആർട്ട് പ്രാക്ടീസ് അല്ലേ. നമുക്ക് ബാക്കി എന്തും നമുക്ക് പിന്നെയും ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് തന്നെ ഇരുന്നിട്ട്. പക്ഷെ ഇത്രയും ആളുകളും കാശും ഇൻവോൾവ് ആയിട്ടുള്ള അത്രയും ഭാഗ്യം വേണം സിനിമ ചെയ്യാൻ തന്നെ. ഞാൻ ഓരോ സിനിമ എടുക്കുമ്പോഴും വിചാരിക്കുന്നത് എൻ്റെ അവസാനത്തെ പടമായിരിക്കും. നമുക്കറിയില്ലല്ലോ ഇനി അങ്ങനെ അടുത്ത പടത്തിനുള്ളൊരു സാധനം ഉണ്ടോ, നമ്മുടെ കയ്യിലുണ്ടോയെന്നും വേറെ ആൾക്കാർ കാശ് തരുമെന്നുള്ളതും. ഞാൻ ഷോർട്ട് ഫിലിം എടുത്തപ്പോഴും എൻ്റെ ലാസ്റ്റ് ഷോർട്ട് ഫിലിം NIDയിലെ ഗ്രാജുവേഷൻ പ്രോജക്റ്റ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ലാസ്റ്റ് പടമാണ്, ഇനി എനിക്ക് പടമൊന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ വിചാരിച്ചാണ് ഓരോ സിനിമ എടുക്കുന്നത്. സിനിമ കഴിഞ്ഞ മീനാക്ഷി കുറേ നാൾ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു വിക്ടോറിയയുടെ. അയ്യോ അത് ആക്ച്വലി ലോങ് ടേക്കിൻ്റെ ഒരു വേറൊരു സൈഡാണെന്ന് തോന്നുന്നു. കാരണം വി ആർ വിത്ത് ദ ക്യാരക്ടർ ഫോർ റിയലി ലോങ് ടൈം. അപ്പം ഞാൻ പിന്നെ വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ കുറച്ച് പീപ്പിൾ പ്ലീസറായി തുടങ്ങി. ഞാൻ കുറച്ച് വിക്ടോറിയ പോലെ ഞാൻ കുറേയും കൂടെ പാവമായി, ഞാൻ കുറേയും കൂടെ ആൾക്കാർ എൻ്റെ മേത്തേക്ക് കയറാനായിട്ട് അലൗ ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ ആക്ച്വലി ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് തെറപ്പി ഫോർ മീ ടു. അത് ഞാൻ ആക്ച്വലി പണ്ട് ആക്ടേഴ്സ് ഇങ്ങനെ ഇന്റർവ്യൂവിൽ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല ശരി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആക്ച്വലി ഇച്ചിരി ബട്ട് ഐ തിങ്ക് ദാറ്റ്സ് ഓൾസോ വൈ ഐ ലവ് മൈ ജോബ്. കാരണം
കുറച്ച് നേരത്തേക്ക് നമ്മളല്ലാതെ വേറൊരാളുടെ ഷൂയിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. കുറച്ചുകൂടെ എംപത്തറ്റിക് ആവും എനിക്ക് തോന്നുന്നു. എൻ്റെ അമ്മ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ തുടങ്ങിയത്, അമ്മ കുറച്ചുകൂടെ റിയലി മനസ്സിലാക്കാൻ ഞാൻ തുടങ്ങിയ വിക്ടോറിയയ്ക്ക് ശേഷമാണ്. കാരണം വിക്ടോറിയ എല്ലാവരും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ്. എവ്രിബഡി ടുക്ക് ഹർ ഫോർ ഗ്രാൻറ്റഡ്. നമ്മുടെ അമ്മമാരെയും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാ അമ്മമാരിലും ഒരു വിക്ടോറിയ ഉണ്ട്. അപ്പം നമ്മളെപ്പം ആൾക്കാരെ ഉപയോഗിക്കാൻ തോന്നിയാലും അല്ലെങ്കിൽ ആൾക്കാർ നമുക്ക് സർവീസ് ചെയ്യുമ്പോഴും ഇപ്പം ഞാൻ കുറച്ചുകൂടെ ഒന്ന് ആലോചിക്കും, അവരെന്തിൽ കൂടെയാണ് പോകുന്നത്, അവർ ഇതുപോലെ ബാത്റൂമിൽ പോയി കയറിയിട്ടായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ വരുന്നത്. അങ്ങനെ കുറേയും കൂടെ എന്നെ എംപത്തറ്റിക് ആക്കിയിട്ടുണ്ട് വിക്ടോറിയ. അപ്പം എനിക്ക് ഒരിക്കലും എനിക്കിപ്പോഴും ആ ചിത്രാഞ്ജലി അവിടെ ആ ബ്യൂട്ടി പാർലറിൻ്റെ അവിടെ ഇങ്ങനെ ഒരു കുട്ടി നടന്ന് ഇപ്പോഴും ചെയ്യുന്നുണ്ടാവും. എനിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സിനിമ 2 വർഷത്തിന് ശേഷം കാണുമ്പം എനിക്ക് പല സമയത്ത് ആ സിനിമയായിട്ട് കാണാൻ പറ്റുന്നു. മീനാക്ഷി ജയൻ ആക്ടറാണ് അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് ചില സമയത്ത് വരും ഞാൻ അയ്യോ അത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എനിക്ക് വിക്ടോറിയനെ വേറൊരാളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് അങ്ങനത്തെ ഡിസ്ക്രിപ്ഷൻ എനിക്ക് തന്നിട്ടുള്ളതുകൊണ്ടാണ് വിക്ടോറിയയെ പറ്റി. പിന്നെ അത്രയും എനിക്ക് സ്നേഹിക്കാൻ പറ്റി ശിവ കാരണം. കുറേ സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ശിവ തന്നെ. ഇപ്പം ശിവ ഇടയ്ക്ക് സംസാരിക്കുമ്പം ശിവയ്ക്ക് ഷൂട്ടിൻ്റെ സമയത്ത് ആങ്സൈറ്റി ഉണ്ടാവുമല്ലോ ഒരു ഡയറക്ടർക്ക്. അപ്പം ശിവ ഇടയ്ക്ക് ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ ഇങ്ങനെ പറയാം, ഇങ്ങനെ. അപ്പോൾ അതൊക്കെ പല സ്ഥലത്തും ഞാൻ കുറേ മിറർ ചെയ്തു ശിവേനെ. അപ്പം കുറേ ശിവനെ പോലെയും കൂടെ ആയി ഞാൻ ആഫ്റ്റർ ദ ഷൂട്ട്. അപ്പം ശിവരഞ്ജിനെ ഷൂട്ട് കഴിഞ്ഞാൽ ശരിക്കും വിക്ടോറിയയെ പോലെയാണോ അതോ ശിവരഞ്ജിനെ പോലെയാണോ ആയതെന്ന് വെച്ചാൽ എനിക്കതിന് കറക്റ്റായിട്ടുള്ള ഉത്തരവില്ല. മീനാക്ഷിയുടെ സ്ക്രിപ്റ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ വിക്ടോറിയയുടെ ഇമോഷണൽ ഗ്രാഫ് മീനാക്ഷി ഇങ്ങനെ നോട്ട് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. എന്നോട് ഓരോ ഈ സമയത്ത് എന്താ അവർക്ക് തോന്നുന്നത്, എന്താ തോന്നുന്നതെന്ന് അങ്ങനെ ചോദിച്ച് ഓരോ ഇപ്പോൾ ജോളി ചേച്ചിയെ കാണുന്ന സീനിൽ മറ്റേ ജോളി ചേച്ചിയെ കാണുന്നു, ഭംഗിയുണ്ടെന്ന് നോക്കുന്നു എന്നൊക്കെയുള്ള അങ്ങനെ ചെറിയ ചെറിയ നോട്ട്സ് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രോയിലൊക്കെ സ്ക്രിപ്റ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതിയേക്കായിരുന്നു മീനാക്ഷി. അതായത് ഓരോ സീനിലും മീനാക്ഷിയുടെ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഇമോഷണൽ ഗ്രാഫ് അങ്ങനെ. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രാക്ടീസാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഞാനും അങ്ങനെ ആക്ടിങ് അധികം എനിക്കൊരു ആക്ടിങ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നി. മീനാക്ഷി കുറേ മെത്തേഡ്സും അതൊക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അത് ആക്ച്വലി നമ്മൾ തിയേറ്ററിൽ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. എന്ന് വെച്ചാൽ ഈ സീനിന് തൊട്ട് മുമ്പ് എവിടെയായിരുന്നു, ഈ സീൻ കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, ഈ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല ഡയറക്ടറിൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ സത്യം പറഞ്ഞാൽ വേറൊന്നും വേണ്ട. അപ്പം ഞാൻ ചെയ്യേണ്ട ജോലികളുണ്ടല്ലോ ബേസിക് ആയിട്ടുള്ള, ഇപ്പം എന്താ തോന്നുന്നത്, ഇതിന് തൊട്ട് മുമ്പ് എന്താ, ഇത് കഴിഞ്ഞിട്ട് എന്താ, അത് മാത്രം നോട്ട്സാക്കി എഴുതി. ആ സമയത്ത് ഫസ്റ്റ് പടത്തിൽ നമ്മളത് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ആ സ്ക്രിപ്റ്റ് എൻ്റെ ടെക്സ്റ്റ് ബുക്കായിരുന്നു. അതുപോലെ തന്നെ ശിവയെടുത്ത് ഞാൻ പറയില്ല, ഡിന്നർ ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് കുറേ അധികം ഇൻപുട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പല രീതിയിലും. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹാൻഡ് ജസ്റ്റേഴ്സ്, ആങ്സൈറ്റി അടിക്കുമ്പം തോന്നുന്ന കുറേ കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പല ബ്രെത്ത് പോലും ഞാൻ സത്യം പറഞ്ഞാൽ ശിവയുടെ മിറർ ചെയ്ത് തന്നെ ചെയ്തതാണ്. അത് ഒരുമിച്ച് താമസിക്കുമ്പോൾ ഉള്ളൊരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു അത് നമ്മൾ ഇനിയും പടം എടുക്കുമ്പോൾ ഒരുമിച്ച് അവസാനം അടിയാവുമെന്ന് അറിയില്ല. പക്ഷേ ആങ്സൈറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എലിമെൻ്റ് ഈ സിനിമയിൽ. അതായത് ലൈക്ക് പ്രോപ്പർ ക്ലിനിക്കൽ ആങ്സൈറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ് വിക്ടോറിയ. വിക്ടോറിയ ഒരു നോർമലായ ആളല്ല, ആക്ച്വലി ആങ്സൈറ്റി എന്നുള്ളൊരു ഇഷ്യൂ ഉള്ള ആളും കൂടിയാണ്. അപ്പോൾ അത് കുറച്ച് അങ്ങനെ അത് കാണിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ആക്ച്വലി IFFK കഴിഞ്ഞ് വന്നിങ്ങനെ കുറച്ച് പേര് പറഞ്ഞു ആങ്സൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ്. ലെറ്റർ ബോക്സിൽ ആങ്സൈറ്റി എന്നുള്ളൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂവിനെ ആദ്യമായിട്ട് കാണിച്ച പോലെ തോന്നുന്നുണ്ട്. അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഉദ്ദേശിച്ചതല്ല, പക്ഷെ ആ ക്യാരക്ടറിന് അതുണ്ട്. കാരണം കല്യാണം കഴിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത് പെട്ടെന്ന് ആൾക്ക് ട്രിഗർ ആവാണ്. സാധാരണ ഒരാൾക്ക് അത് അത്ര ട്രിഗർ ആവേണ്ടതല്ല, പക്ഷെ അതിനെ എസ്കലേറ്റ് ചെയ്തിട്ടാണ് അത്. പക്ഷേ ആങ്സൈറ്റി ഉള്ള ഒരാളും ആങ്സൈറ്റി ഇല്ലാത്തൊരു പാർട്ട്ണറും ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്. അപ്പോൾ അതും കൂടിയാണ് സിനിമയിൽ നമ്മൾ കാണുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ്. എഡിറ്റോറിയൽ ഫേസ് ഉണ്ട് എഡിറ്റ് ചെയ്യാൻ സമയത്ത്. നിങ്ങൾ സ്ക്രിപ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു എഡിറ്റിംഗ് പ്രോസസ്സ്? ഓൾറെഡി സ്ക്രിപ്റ്റ് സ്ട്രക്ചേർഡ് ആയിരിക്കുമല്ലോ. അതെ അതെ. എഡിറ്റിങ്ങിൻ്റെ അകത്ത് വേറെ എങ്ങനെ? വളരെ മൈന്യൂട്ട് ചേഞ്ചസേ ഉള്ളൂ എഡിറ്റിൽ. കാരണം എഡിറ്റ് ഒന്നാമത് ലോങ് ടേക്സ് ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാനുള്ള അങ്ങനെ ഭീകര പോസിബിലിറ്റീസ്. ഞങ്ങളിടയ്ക്ക് തമാശ പറയായിരുന്നു,
എഡിറ്റ് ഇപ്പൊ എന്താ ഇൻഷോട്ട് ചെയ്താൽ പോലെ എല്ലാം ലോങ് ടേക്കാണ് കടിക്ക് അങ്ങ് വെച്ചാൽ പോലെ. അല്ല പക്ഷെ ലോങ് ടേക്കിലുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ആ കൃത്യം കട്ട് പോയിന്റ് ഏതാന്ന് തീരുമാനിക്കണം. ആ ഫസ്റ്റും ലാസ്റ്റും തീരുമാനിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പറയുന്ന പോലെ പണി കട്ട് ചെയ്തുള്ള പണിയല്ല, ആ ഡിസിഷനിലുള്ള പണിയാണ് കൂടുതലും. പിന്നെ കുറച്ച് സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട് നമ്മൾ. എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചിട്ട്, കാരണം ഇതെല്ലാം ഞാൻ ചെയ്യുന്നതുകൊണ്ട്, എഴുത്തും ഡയറക്ഷനും എല്ലാം ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിവിറ്റി പോയി. അപ്പോൾ ഞാൻ കുറച്ച് എഡിറ്റർ ഫ്രണ്ട്സിനെ കാണിച്ച് അവരുടെ ഒപ്പീനിയനൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അവർ കുറച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സജഷൻസ് ഒക്കെ തന്നിരുന്നു. പിന്നെ ഡ്രീം സീക്വൻസും നമ്മൾ കുറച്ച് ബഡ്ജറ്റിൻ്റെ ഇഷ്യൂസൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയാണ് ചെയ്തത്. അപ്പോൾ അതിലെ കട്ട്സും കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ടി വന്നു. അങ്ങനെ എഡിറ്റിൽ ചേഞ്ച് വന്നത് ഡ്രീം സീക്വൻസിലും പിന്നെ അവസാനത്തെയും ചില പോർഷൻസിലും മാത്രമായിരിക്കും. ഷാജി സാറിനെ ഭയങ്കര ഇഷ്ടമായി സിനിമ. നമ്മൾ IFFKയിൽ ഷാജി സാർ ഈ സിനിമ കണ്ടു. അത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ ഇവൻ്റാണ് ഷാജി സാറ് അങ്ങനെ ആ സിനിമ കാണാൻ വന്നതും. അത് കഴിഞ്ഞ് നമ്മൾ 3 പേരും, ഞാനും ആനന്ദും മീനാക്ഷിയും കൂടെ സാറിനെ പോയി കണ്ടപ്പോൾ സാറ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറ്റ്സ് ബീൻ ആൻ ഓണർ എന്ന് നമ്മളോട് പറഞ്ഞു. അത് നമ്മൾ മറ്റേ കുത്തി വെച്ച് എവിടെയെങ്കിലും എഴുതി വയ്ക്കും. അത് അങ്ങനെ ഒരു മൊമെൻ്റ് ആയിരുന്നു. അത് KSFDCക്ക് വിക്ടോറിയ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത് ഒരു ഓണർ എന്നുള്ള രീതിയിൽ സാറ് പറഞ്ഞു. KSFDC ഒരു നല്ല പൊട്ടൻഷ്യൽ ഒരു പ്രോജക്റ്റാണിത്. വിമൻ എംപവർമെൻറ്റ് സ്കീമിൽ വരുന്ന ഈ ഫണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കൂടുതലും ബുദ്ധിമുട്ട് നമുക്കെന്ന് പറയുന്ന ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള കുറേ ഇഷ്യൂസാണ്. നമുക്കിപ്പോൾ വേറെ ഗവൺമെൻറ് പ്രോജക്ട്സ് ചെയ്യുന്ന പോലെ സിനിമേനെ എടുക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ ടെൻഡർ വിളിക്കുക, അല്ലെങ്കിൽ കോർട്ട് സബ്മിറ്റ് ചെയ്യുക, ഇങ്ങനത്തെ പേപ്പർ വർക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കുറച്ചധികം സമയവും പേഷ്യൻസും വേണ്ട ഒരു പ്രോജക്റ്റാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇങ്ങനെ ഒരു അവസരം വേറെ ആരും ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. 1 കോടി രൂപ നമ്മുടെ കയ്യിൽ സിനിമ ചെയ്യാൻ കിട്ടുകയാണ്. അപ്പോൾ അതൊരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കറിന് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരാൾക്ക് അത്രയും തുക കിട്ടുക എന്നുള്ളത്, അതിൽ നമ്മുടെ കയ്യിൽ നേരിട്ടല്ല കിട്ടുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ ഉണ്ട്, പ്രോസസ്സ് ഉണ്ട്, അതിനകത്ത് ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ്. എന്നാൽ പോലും ഇറ്റ്സ് വർത്ത് ഇറ്റ് എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. നമുക്ക് ഈ സ്ത്രീ സിനിമകൾ, ഫെമിനിസ്റ്റ് സിനിമകൾ, അതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ അത് ഒരു കോപ്പറേറ്റീവ് ഫിലിം മേക്കിങ്ങിന് പോകണോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ കോപ്പറേറ്റീവ് ഫിലിമിൻ്റെ കാര്യത്തിൽ. അതെ അത്തരം പോസിബിലിറ്റി ഒരു ഫ്യൂച്ചർ പോലെ വേഗമായി പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എങ്ങനെയാണ് സിനിമ മുന്നോട്ട് പോകേണ്ടതെന്ന രീതി നിങ്ങളുടെ ഒരു കമൻട്രി. അതായത് ഇപ്പോഴും ഒരുപാട് പോസിബിലിറ്റി അവിടെ കിടക്കുന്നുണ്ടെന്നുള്ള. നമുക്ക് ഒരുപാട് എല്ലാ സിനിമയും കാണുമ്പോഴും നമുക്ക് അതിനകത്ത് ക്യാരക്ടേഴ്സിനെ മാറ്റിയിട്ട് സ്ത്രീകളെ വെച്ചാൽ വേറെ സിനിമയായി. ഒരുപാട് സിനിമകൾ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ചോദിച്ചേ? സോറി, വേറെ എന്താ എൻ്റെ പ്രൊഡക്ഷൻ നല്ലൊരു ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ, അതൊന്നുകൂടി ചോദിക്കാൻ. ചോദിച്ചെന്താ വെച്ചാൽ ഒരു ഫെമിനിസ്റ്റ് സിനിമ, സ്ത്രീ സിനിമ ഫ്യൂച്ചർ എന്തൊക്കെ സിനിമ, എന്തൊക്കെ പോസിബിലിറ്റി ആണ്? അപ്പോൾ കോപ്പറേറ്റീവ് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ പല സ്ത്രീകൾ ഒന്നിച്ച് വരുന്നു, സ്ത്രീ വരുന്നു, ഒരു ഡയറക്ടർ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങളുടെ ഒരു കമൻട്രി ആയിട്ട് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ അങ്ങനെ ഉണ്ടല്ലോ, ഇവിടെ പക്ഷെ അങ്ങനത്തെ സിനിമകൾ ഉണ്ടായിട്ടില്ല. അതെ പല ആൾക്കാരും ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്. അതെ ഒരു റൈറ്റേഴ്സ് കമ്മ്യൂൺ ഫോം ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് സ്ത്രീകൾ, അതായത് ഇനിയുള്ള സിനിമ ഞാൻ ഒറ്റയ്ക്ക് എഴുതാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതിൽ തന്നെ എൻ്റെ ഫ്രണ്ട് അനു കുറച്ച് അഡീഷണൽ ഡയലോഗ്സ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവളോട് ജാം ചെയ്തിട്ടൊക്കെയാണ് കുറേ സാധനങ്ങൾ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് സ്ത്രീകളെല്ലാവരും കൂടി ഇരുന്ന് ഒരു എഴുതുന്ന ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. നമുക്ക് കുറേ പേരുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകളിൽ നിന്ന് ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് ഒരാൾക്കൊരു പരിധിയുണ്ട്. നമ്മൾ പിന്നെ ആവർത്തിച്ച് തുടങ്ങും. അടുത്ത 2 സിനിമകളിലൊക്കെ നമ്മളെ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു റൈറ്റേഴ്സ് കമ്മ്യൂൺ ഉണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സ്ത്രീകളുള്ള ഒരു പവറിനോടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കോൺവെർസേഷൻ ഉണ്ടല്ലോ, ലാംഗ്വേജ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? എങ്ങനെയാണ് നമുക്ക് പവറുമായിട്ട് സിനിമ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ? ഫോമിൽ നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റും പവറിനെ എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയുടെ ഫോമിൽ തന്നെ എല്ലാ തരത്തിലും, അതിപ്പോൾ നമ്മൾ അതിൻ്റെ ബ്ലോക്കിംഗ് തൊട്ട് എഡിറ്റിംഗ് ആയാലും ഒക്കെ, ഈവൻ റൈറ്റിംഗ്, എല്ലാ സ്റ്റേജിലും നമുക്ക് എല്ലാം ലൗഡ് ആവണമെന്നില്ല. എല്ലാത്തരം നമ്മളുടെ എന്താ പറയുക പ്രതിഷേധങ്ങളും ഉറക്കെ ആവണമെന്നില്ല. അത് ചിലപ്പോൾ ഒരു ഫോമിൽ എടുക്കുന്ന ഡിസിഷനിൽ ആയിരിക്കും അത്. അപ്പോൾ ഒരു എല്ലാ പ്രതിഷേധങ്ങളും ഉറക്കെയല്ല, ചിലത് വളരെ സട്ടിലായി
അത് കിട്ടേണ്ടവർക്ക് കിട്ടുന്നുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഇന്ന് IFFKയുടെ സ്ക്രീനിങ് കഴിഞ്ഞ് Q&Aയിൽ ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞത്, ഞാൻ എൻ്റെ ഭാര്യയുടെ കാല് മസാജ് ചെയ്ത് തുടങ്ങും എന്നുള്ള. ഞാൻ ഇതുവരെ എൻ്റെ ഭാര്യയുടെ കാല് മസാജ് ചെയ്തിട്ടില്ല, കണ്ടറിഞ്ഞ് ചെയ്തുകൂടെ എന്നുള്ള ചോദ്യം പുള്ളിയെ സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അത്ര മതി, അതൊക്കെ മതി. അതിക്കുള്ള നമുക്ക് ഈ സിനിമയിൽ നിന്നൊന്നും എനിക്ക് കിട്ടാനില്ല. ഒരു മസാജോ സുഖമല്ലേ എന്നൊക്കെ വിളിക്കാൻ ഒരാൾക്ക് തോന്നി, അത് തന്നെ വിജയമല്ലേ. ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം. ഫെമിനിസ്റ്റ് സിനിമയുടെ ഫ്യൂച്ചർ എന്താണെന്ന്. ആക്ച്വലി ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. കാരണം ഞാൻ പൊതുവെ സിനിമ ആഗ്രഹിച്ചിരുന്ന സമയത്തൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമല്ലോ നമ്മുടെ ഒരു ഫ്യൂച്ചർ. അപ്പോൾ ഒക്കെ ഞാൻ ചില സമയത്ത് വിജയ് കാറിൽ നിന്ന് ഇറങ്ങുന്ന ആ പവറിൽ എനിക്ക് ഇറങ്ങണം എന്നാണ് വിചാരിക്കുക. ഞാൻ പലപ്പോഴും എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സെക്സി ലാമ്പ് പോലെ വെക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ എനിക്ക് പലപ്പോഴും അത് കൊള്ളാം, പക്ഷെ അവിടെ ഇവിടെ വെക്കുമോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ആ ഒരു ദാറ്റ്സ് മീ എന്ന് തോന്നുന്ന സിനിമകൾ വളരെ കുറച്ചാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇൻസ്പിറേഷൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇനിയും അഭിനയിക്കണം, ഇനിയും പവർഫുള്ളായിട്ടുള്ള പ്രസൻസ് സ്ക്രീനിൽ കൊണ്ടുവരണം എന്നുള്ള മോഹം ശരിക്കും ഊട്ടി ഉറപ്പിച്ചത് വിക്ടോറിയ. വേറെ ഒരു സിനിമയും എനിക്ക് ആലോചിക്കുമ്പോൾ പോലും ഒരു സിനിമ എനിക്ക് കിട്ടുന്നില്ല. പിന്നെയൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ മെറിൽ സ്ട്രീപ്പിൻ്റെ ഒക്കെ ഏതെങ്കിലും മൊമെൻറ്റ്സ്, മറ്റേ ഡെവിൾ വെയർസ് പ്രാഡയിലൊക്കെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്ന ആ മൊമെൻറ്റിൽ അത്രേ ഉള്ളൂ. പക്ഷെ ഒരു പുരുഷനോട് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടം പോലെ മൊമെൻറ്റ്സ് ഉള്ളു പവർഫുള്ളായിട്ട് ഫീൽ ചെയ്യാൻ ഓൺ സ്ക്രീൻ. സോ ആസ് എൻ ആക്ടർ വിക്ടോറിയ ഗിവ്സ് മീ സോ മച്ച് ഹോപ്പ് ദറ്റ് ലോട്ട് ഓഫ് അതർ ആക്ടേഴ്സ്, ഇനിയും വരുന്ന ഫീമെയിൽ ആക്ടേഴ്സിന് ഇങ്ങനത്തെ മൊമെൻറ്റ് കിട്ടുക എന്നുള്ളത്. ഇന്ന് ഞാൻ പറയുമായിരുന്നു, മറ്റേ വിക്ടോറിയ എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് ഫാനും കൊണ്ട് കിടക്കുന്നൊരു സമയം, എനിക്കതായിരുന്നു ഒരു പവർഫുൾ മൊമെൻറ്റ്. ദാറ്റ് വാസ് മൈ ഡെവിൾ വെയർസ് പ്രാഡ ഫോർ മീ. അപ്പം അങ്ങനെ എനിക്ക് കുറേയും കൂടെ സ്ത്രീകളെ കാണണം, എന്നെ കാണണമെന്ന് എനിക്കുണ്ട് ആസ് എൻ ആക്ടർ. പക്ഷേ ഐ വുഡ് ലൈക്ക് ടു സീ മോർ വിമൻ there, you know. എനിക്ക് ആക്ച്വലി ലാസ്റ്റ് ഇങ്ങനെ എനിക്കൊന്ന് കിട്ടിയിരിക്കുന്ന മറ്റേ ടേലർ സ്വിഫ്റ്റിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഇറങ്ങിയില്ലേ. അപ്പം ആ സമയത്ത് ഒരു തിയേറ്റർ മൊത്തം സെലിബ്രേറ്റ് ചെയ്യാണ് ഒരു സ്ത്രീയുടെ സക്സസ്സിന്. അപ്പം അങ്ങനത്തെ സെലിബ്രേഷൻ, അങ്ങനത്തെ ആ പ്രസൻസിനെ സെലിബ്രേറ്റ് ചെയ്യുക, പേരിനെ സെലിബ്രേറ്റ് ചെയ്യുക, സക്സസ്സിനെ സെലിബ്രേറ്റ് ചെയ്യുക, അങ്ങനത്തെ സാധനങ്ങൾ വരട്ടെ. അപ്പം കുറേയും കൂടെ ആക്ടേഴ്സിന് ഊർജ്ജമാവും ഇനിയും ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ പല ഫീമെയിൽ ആക്ടേഴ്സിനെ കുറേ നാൾ കാണും, പിന്നെ അങ്ങ് പോകുന്നുള്ളത്. കാരണം അവരെ ഇൻസ്പയർ ചെയ്യുന്ന സാധനങ്ങൾ എഴുതുന്നില്ല ആരും. അപ്പം ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുന്ന ഒരാളാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. അപ്പം ഇനി എനിക്ക് വേണ്ടി തന്നെ എഴുതുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.